നമസ്കാരം, ഞാൻ അമലക്ഷയ്. കഥയെ തിരക്കഥയാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലീനിയർ സ്ട്രക്ചറിൻ്റെ 12 എലമെൻറ്റുകളെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അല്ലേ? എന്നാൽ അതിനേക്കാളും വളരെ ഈസി ആയിട്ട് ഒരു തുടക്കക്കാരന് ഒരു കഥയെ തിരക്കഥയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടെങ്കിലോ അതാണ് ബീറ്റ് ഷീറ്റ്. അതായത് അമേരിക്കൻ സ്ക്രീൻ റൈറ്റർ ആയിട്ടുള്ള ബ്ലേക്ക് സ്നൈഡർ തൻ്റെ സേവ് ദ കാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകത്തിലാണ് ഈ ഒരു ബീറ്റ് ഷീറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം ഹോളിവുഡ് ചിത്രങ്ങളിലായിട്ട് പിന്നീട് ഈ ഒരു ബീറ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി വാർ, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി, ഡാർക്ക് നൈറ്റ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഹോളിവുഡിൽ മാത്രമല്ല, ഹിന്ദിയിലും തമിഴിലും എന്തിനും മലയാളത്തിൽ പോലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പല സിനിമകൾക്കും തിരക്കഥ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ഈ പറയുന്ന ബീറ്റ് ഷീറ്റ്, ഇതിൻ്റെ 15 പ്രധാനപ്പെട്ട ബീറ്റുകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ദൃശ്യം എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ സിനിമയിലെ ആ ഒരു സിനിമയിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിത് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ബീറ്റ് ഷീറ്റ് എന്നുള്ളതാണ്. അതായത് പറയുകയാണെങ്കിൽ ഇതൊരു ടെംപ്ലേറ്റ് ആണ്, തിരക്കഥ എഴുതാനായിട്ട് റൈറ്റേഴ്സിനെ സഹായിക്കുന്ന ഒരു ടെംപ്ലേറ്റ് മാത്രമാണ്. അതായത് നിങ്ങളൊരു റൈറ്ററാണ്, നിങ്ങളുടെ നല്ലൊരു കഥയുണ്ട്, നിങ്ങൾക്കിത് എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫോർമാറ്റും മറ്റു കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സീൻ ഓർഡർ വരേണ്ടത്, ആദ്യം ഏതെല്ലാം സീനുകളാണ് കൊടുക്കേണ്ടത്, രണ്ടാമത് ഏതെല്ലാം സീനുകളാണ് കൊടുക്കേണ്ട, ആ ഒരു സീൻ ഓർഡർ അറിയില്ലെങ്കിൽ ആ ഒരു സീൻ ഓർഡർ കറക്റ്റായിട്ട് എഴുതാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ആണ് ഈ ബീറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 15 ബീറ്റുകൾ ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ ഓരോ ബീറ്റുകളിലേക്കും അനുയോജ്യമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അതിന് വേണ്ട രീതിയിലുള്ള ആ ഒരു കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ ആ ഒരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബീറ്റ് ഷീറ്റ് എന്നൊരു ധാരണ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ബ്ലേക്ക് സ്നൈഡർ പറഞ്ഞിട്ടുള്ള ആ 12 ബീറ്റ് ഷീറ്റിൻ്റെ ആ 12 ബീറ്റുകൾ ഇതാണ് ഈ കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ്സിലേക്കും പോയിക്കൊണ്ട് എന്തെല്ലാമാണ് ഇതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു 15 ബീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ആദ്യത്തെ ബീറ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇമേജ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവസാനത്തെ 15ാമത്തെ ബീറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഇമേജ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ എന്താണ് ഈ ഓപ്പണിംഗ് ഇമേജ് എന്നും എന്താണ് ഈ ഫൈനൽ ഇമേജ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ഇമേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു സിനിമയിലൂടെ ഒരു പുതിയ വേൾഡാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു വേൾഡ് എന്താണെന്നും ആ ഒരു സിനിമയുടെ ടോൺ എന്താണെന്നും അതിൽ നിന്ന് എന്താണ് പ്രേക്ഷകൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ വളരെ ചെറിയൊരു ടൈം കൊണ്ട് പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓപ്പണിംഗ് ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഫൈനൽ ഇമേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഓപ്പൺ ഇമേജിൽ എന്തോ കാണിച്ചു അല്ലേ, ആ കാണിച്ചതിന് നേരെ വിപരീതമായിട്ടല്ല, അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കാണിക്കേണ്ടതായിരിക്കണം ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ സിനിമകളുടെ ഓപ്പൺ ഇമേജും ഫൈനൽ ഇമേജും കാണിച്ചുകൊണ്ട് അതെന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കിച്ചതിന് ശേഷം പിന്നീട് ദൃശ്യ സിനിമ എടുത്തുകൊണ്ട് ഈ പറയുന്ന എല്ലാ ബീറ്റുകളിലേക്കും നമ്മൾ പോയിക്കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇമേജിൻ്റെ ആ ഒരു എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ചിത്രമായിരിക്കും അയൺ അല്ലേ? അതായത് നമ്മുടെ സൂര്യ അഭിനയിച്ച അയൺ എന്ന് പറയുന്ന ചിത്രം. ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പൺ ഇമേജ് എന്താണ്? അതായത് സൂര്യയുടെ കഥാപാത്രം ഇത്തരത്തിൽ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ് ഇത്തരത്തിൽ, നിങ്ങൾക്ക് എൻ്റെ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൂടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു ഡോഗിനെ പോലെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു കുറച്ച് സീനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഇയാൾ എന്ന് പറയുന്ന ഈ പറയുന്ന ദേവ എന്ന് പറയുന്ന സൂര്യയുടെ കഥാപാത്രത്തിന് അങ്ങനെ ജോലി ചെയ്യാനോ അല്ല അതിനൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു വ്യക്തിയാണല്ലേ. ആ ഒരൊറ്റ സീനിൽ നമുക്കതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അയൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൻ്റെ ഓപ്പൺ ഇമേജ് അതാണ്. എന്നാൽ ഇതിൻ്റെ ഫൈനൽ ഇമേജിലേക്ക് വരികയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അതായത് അതേ എയർപോർട്ടിൽ വെച്ച് ഇത്തരത്തിൽ ആ ഒരു ദേവ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ഡിസിഷൻ മാറുകയാണ്. അദ്ദേഹം ഒരു കസ്റ്റംസ് ഓഫീസറായിട്ട് മാറുകയാണ്. അയാളുടെ ആ ഒരു കാഴ്ചപ്പാട്, പടം തുടങ്ങിയപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ആ ഒരു ഇല്ലീഗലായ മാർഗ്ഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ലീഗലി മാറിപ്പോവുകയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രമായിരിക്കും ക്യൂൻ എന്ന് പറയുന്ന കങ്കണ റാവത്തിൻ്റെ ചിത്രമല്ലേ? അതായത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഓപ്പൺ ഇമേജ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു കങ്കണയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഇത്തരത്തിൽ വളരെ ഷൈ ആയിട്ട് ട്രഡീഷണലായിട്ട് സമൂഹത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണല്ലേ. അതാണ് അതിൻ്റെ ആ ഓപ്പൺ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ആ ഒരു പടം അവസാനിക്കുന്ന സമയത്ത് അവർ സമൂഹത്തിൻ്റെ ഉള്ള പേടി വിട്ടു വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ആദ്യത്തെ ഓപ്പൺ ഇമേജ് നമ്മൾ എന്താണോ കണ്ടത് അതിന് നേരെ വിപരീതമായിട്ടാണ് അവർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ലവ് ടുഡേ എന്ന് പറയുന്ന ആ ഒരു ചിത്രമില്ല. ആ ഒരു ചിത്രത്തിൻ്റെ ഓപ്പൺ ഇമേജ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ വന്നിട്ട് ആ ഒരു മാങ്ങയുടെ ഒരു സീഡ് എടുത്തിട്ട് കുഴിച്ചിട്ടിട്ട് അത് നോക്കിയിരിക്കുകയാണ്, ആ മരം വളരുമോ എന്ന് നോക്കിയിട്ട്. എന്നാൽ ആ ഒരു പടത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 20-25 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വലിയ ആ നട്ട ആ ഒരു തൈ ഇത്തരത്തിൽ വലിയൊരു മരമായി മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഓപ്പൺ ഇമേജും
ഫൈനൽ ഇമേജ് തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ബന്ധമെന്ന് പറഞ്ഞ ഇത്തരത്തിൽ പല രീതിയിലാവാം. കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സീനിനെ ബേസ് ചെയ്തുകൊണ്ടാവും, ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ടാവും. എന്നിരുന്നാൽ പോലും ആ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോ വീട്ടിലേക്കും പോയിക്കൊണ്ട് ദൃശ്യ സിനിമയിലെ ജിത്തു ജോസഫ് ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഓപ്പണിംഗ് ഇമേജ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ദൃശ്യ സിനിമയുടെ ഓപ്പണിംഗ് ഇമേജ് എന്താണ്? അതായത് ആ ഒരു സിനിമയിൽ ഇത്തരത്തിൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പടം തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനമാണ്, അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പഴയ പോലീസ് സ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആൻ്റണി ചെന്ന് കയറുന്ന സമയത്ത് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നത് അയാൾ എന്തോ ഒരു വലിയ ക്രൈം ചെയ്തിട്ടുണ്ട്, അവൻ അത്ര പാവമൊന്നുമല്ല എന്നാണ് ആദ്യം പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഓപ്പണിംഗ് ഇമേജിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ എന്താണ് തോന്നുന്നത്? ജോർജ് കുട്ടി അത്ര വെടിപ്പല്ല, അയാൾ എന്തോ ക്രൈം ചെയ്തിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് അല്ലേ. നമ്മൾ സേവ് ദ കാറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓഥർ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഓരോ ബീറ്റുകളും ഇത്ര പേജുകൾക്കുള്ളിൽ ആയിരിക്കണം എഴുതേണ്ടതെന്ന്. അപ്പോൾ ആ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ഈ ഒരു എലമെൻറ്റ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും ആ ഒരു കറക്റ്റ് നമ്പറിനുള്ളിൽ തന്നെ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് കഥയ്ക്കനുസരിച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് ഇമേജിൽ പടം തുടങ്ങി, അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുന്നു. അപ്പോൾ അടുത്ത് വരുന്നതാണ് തീം എന്ന് പറയുന്നത്. തീം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പടത്തിൽ ആരെങ്കിലും തിരക്കഥയിൽ ആ ഒരു സെൻട്രൽ ക്യാരക്ടർ ആരാണെന്നും അയാളുടെ ആ ഒരു എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ പോകാനായിട്ട് പോകുന്നതെന്നൊക്കെ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ ദൃശ്യത്തിൻ്റെ കേസിൽ തീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം സിനിമാ പ്രേമിയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു സീൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ഓർമ്മയിലേക്ക് പോയതിനു ശേഷം പിന്നീട് വരുന്ന കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ആ ഒരു കേബിൾ TV ഓഫീസിൽ നിന്ന് TV കണ്ട് ആ ഒരു സിനിമ എൻജോയ് ചെയ്യുന്ന ജോർജ് കുട്ടിയാണ്. പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ സിനിമയിലൂടെയാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതെന്നും സിനിമ കണ്ടുകൊണ്ടാണ് ലൈഫിൽ പല ഡിസിഷൻസും പല ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നതെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യണമെന്നൊക്കെ പറയുന്നത് സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോർജ് കുട്ടി എന്ന് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ആ ഒരു പടത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ബീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റപ്പ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സിനിമയിലെ ആ ഒരു പ്രൊട്ടാഗനിസ്റ്റിലെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു വേൾഡ് എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ വേൾഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാരെയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ, ഭാര്യയും 2 പെൺമക്കളുണ്ട്, അവരെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ആ ഒരു ലൈഫ് എങ്ങനെ പോകുന്നതാണ് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത 4ാമത്തെ ബീറ്റാണ് കാറ്റലിസ്റ്റ്. അതായത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നായകൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടാഗണിസ്റ്റ് ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതത്തിലാണ് കഴിഞ്ഞു പോകുന്നത് അല്ലേ, ഹാപ്പി ആയിട്ട് ഓർഡിനറി ലൈഫിൽ അതുവരെയുള്ള ആ ഒരു റൊട്ടീൻ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബീറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൊട്ടീൻ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഓർഡിനറി ലൈഫ് തകർക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതെന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ കുറേയധികം എക്സാമ്പിൾ ഈ പറഞ്ഞ സേവ് ദ കാറ്റ് എന്ന് പറയുന്ന ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാവുന്നതാണ്. അപ്പം എന്തുമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുന്നതിനെയാണ് ഇത്തരത്തിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ജോർജ് കുട്ടിയുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന കാറ്റലിസ്റ്റാണ് ഇത്തരത്തിൽ വരുൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പയ്യൻ ആ വീട്ടിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. എങ്ങനെയാണോ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഇത്ര കാലം ജീവിച്ച് ഹാപ്പി ആയിട്ട് പോയത്, അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുമായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് കാറ്റലിസ്റ്റ്. അടുത്ത 5ാമത്തെ ബീറ്റാണ് ഡിബേറ്റ്. അതായത് കാറ്റലിസ്റ്റ് വന്ന് ഓൾറെഡി ഒരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആ ഒരു ലൈഫിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുന്ന സമയത്ത് ആ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മനസ്സിലുള്ള ഒരു ഫൈറ്റാണ്. അതായത് ഇപ്പം എന്താ പറയുക, എത്തിക്കലി ഒരു കാര്യങ്ങൾ ചെയ്യണോ അല്ലെങ്കിൽ ലീഗലി ചെയ്യണോ, അങ്ങനെ ആ ഒരു എന്താ പറയുക മനസ്സിലുള്ളൊരു സംഘർഷത്തെ നമുക്ക് ഇത്തരത്തിൽ ഡിബേറ്റായിട്ട് പറയാൻ പറ്റും. അതായത് ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ആ ഒരു കഥാനായകൻ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, ശരി എന്താണ് തെറ്റെന്താണ്. കാരണം ഓൾറെഡി ഒരു ഇഷ്യൂ ഉണ്ടായി, ഇനി അവിടെ ആക്ട് ചെയ്യേണ്ടതാണ്. ആ ആക്ട് ചെയ്യുന്നതിന് എന്ത് ഡിസിഷൻ എടുക്കണമെന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വരുണിനെ കൊല ചെയ്യപ്പെട്ടു, ഇങ്ങനെ എടുത്ത് ഇവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സമയത്ത് ഇനി ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ജോർജ് കുട്ടിയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത്? ഒന്നെങ്കിൽ പോലീസിനോട് പോയി എല്ലാം തുറന്ന് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കീഴടങ്ങുകയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരോടൊന്നും പറയാതെ ഇത്തരത്തിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് ജോർജ് കുട്ടിയാണ്. അവിടെ അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നമുക്ക് പോലും അറിയാതെ കുറേ ടെൻഷൻ അടിക്കുന്ന കുറേ സീനുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് മനസ്സിൽ ഇങ്ങനെ സംഘർഷം നിൽക്കുകയാണ്. അതാണ് ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്. അടുത്ത 6ാമത്തെ ബീറ്റാണ് ബ്രേക്ക് ഇൻ ടു 2. അതായത് ഇനി നമ്മൾ ഇത്തരത്തിൽ ആക്ട് 2ലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതായത് ആക്ട് 1 കഴിഞ്ഞു, ഇനി ആക്ട് 2ലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതായത് ഇവിടെ നമ്മുടെ നായകൻ ഇത്രയും കാലം ഓർഡിനറി
വേൾഡിൽ നിന്നിരുന്ന ആ ഒരു നായകൻ ഇനി ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് മറ്റൊരു എക്സ്ട്രാ ഓർഡിനറി വേൾഡിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതായത് ആ ഒരു ഡിബേറ്റിനൊടുവിൽ നായകൻ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു. അപ്പം ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഫിയർഫുള്ളായ, വളരെ പേടിപ്പെടുത്തുന്ന, വളരെ റിസ്കി ആയിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു നായകൻ അത് എടുക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹം അതിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജോർജ് കുട്ടി ഡിസൈഡ് ചെയ്യുകയാണ് എന്തായാലും തൻ്റെ കുടുംബത്തെ പോലീസിനോ നിയമത്തിനോ വിട്ട് കൊടുക്കുകയില്ല, പകരം അദ്ദേഹം ഫൈറ്റ് ചെയ്യുമെന്ന്. അടുത്ത 7ാമത്തെ ബീറ്റാണ് ബി സ്റ്റോറി. അതായത് ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു കഥയുണ്ടല്ലോ, അതാണ് എ സ്റ്റോറി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ആ ഒരു സ്റ്റോറിയുമായി കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു സബ് പ്ലോട്ടായിട്ട് വരുന്ന മറ്റൊരു സ്റ്റോറിയാണ് നമ്മൾ ബി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞ ഇത്തരത്തിൽ നമ്മുടെ ഓൾറെഡി ഉള്ള മെയിൻ സ്റ്റോറിയെ മുന്നിലേക്ക് നയിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതിൻ്റെ ഒരു സബ് പ്ലോട്ടായിട്ട് നിലനിൽക്കേണ്ടതാണ് ബി സ്റ്റോറി എന്ന് പറയുന്നത്. അവിടെ കുറേയധികം പോസിറ്റിവിറ്റി തരുന്നതായിരിക്കണം, ഈ ഒരു നായകന് കുറേയധികം പോസിറ്റിവിറ്റി കൊടുക്കുന്നതായിരിക്കണം ഈ പറയുന്ന ആ ഒരു ബി സ്റ്റോറി എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ഏത് സിനിമയിലേക്ക് നോക്കിയാലും ആ ഒരു ബി സ്റ്റോറി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബി സ്റ്റോറി എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു ജോർജ് കുട്ടിയും ആ ഒരു ഫാമിലി തമ്മിലുള്ള ആ ഒരു അടുപ്പം, അവരുടെ ആ ഒരു ഫാമിലിക്കിടയിൽ നടക്കുന്ന ഈ ഒരു ഇഷ്യൂ എല്ലാം ഉണ്ടായി ആ ഒരു ഫാമിലിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻസാണ് അവിടെ പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. മക്കൾ പേടിച്ച് രാത്രി എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ ഭാര്യയുടെ ടെൻഷനോ അപ്പോൾ അവരെ ജോർജ് കുട്ടി സമാധാനിപ്പിക്കുന്നതോ ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറയുന്ന അത്തരം ആ ഒരു ഫാമിലിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ബി സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്ത ഇനി 8ാമത്തെ ബീറ്റാണ് ഫൺ ആൻഡ് ഗെയിംസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ഹീറോ ഓൾറെഡി അദ്ദേഹം ആ ഒരു ജേണിയിലേക്ക് ഇറങ്ങിയല്ലേ, അങ്ങനെ ഇറങ്ങി ആ ഒരു വേൾഡ് ആദ്യമായിട്ട് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സമയമാണിത്. ആ ഒരു ഡിസിഷൻ എടുത്തു, ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങി അവിടെ അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ആ ഒരു ഹീറോ എന്താണോ ചെയ്യുന്നത് അതിൽ അദ്ദേഹം സക്സസ് ആവേണ്ടതുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എക്സൽ ചെയ്തുകൊണ്ട് ബെറ്ററായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ട്രെയിലറിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കാണുന്ന പല സീനുകളും ഈ ഒരു ഭാഗത്തുണ്ടായിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, ആ ഒരു 4ാം ക്ലാസ്സുകാരനായ ആ ഒരു കഥാപാത്രം ഇത്തരത്തിൽ എന്താ പറയുക പോലീസിനെ വെട്ടിക്കാനായിട്ട് തൻ്റെ ഫാമിലിയെ സേവ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ എന്താ ചെയ്തത്, ഈ പറയുന്ന കുറേയധികം ഫേക്ക് ബിൽസുകളും കുറേ ആ ഒരു ഡേ റീക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എല്ലാം തന്നെ ഇവിടെയാണ് ഈ ഒരു ഫൺ ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ബീറ്റിലാണ് വരുന്നത്. അടുത്ത 9ാമത്തെ ബീറ്റാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ നായകൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിനാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള സ്റ്റേക്ക് ഉണ്ടാകുന്ന, അതായത് സ്റ്റേക്ക് ആ ഒരു നായകൻ അവിടെ എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഈ ഒരു മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സിനിമകളിലും ഇത്തരത്തിൽ ഈ ഒരു മിഡ് പോയിന്റിൻ്റെ അടുത്താണ് ഇത്തരത്തിൽ ഇൻ്റർവെല്ല് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ദൃശ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അല്ല ഇൻ്റർവെല്ല്, ഇതിന് മുമ്പ് തന്നെ ഇൻ്റർവെല്ല് പ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത്തരത്തിൽ അങ്ങനെ ഒരു റൂളോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഇത് ചെയ്യണമെന്നുള്ളത്. ഇതൊരു വെറും ഒരു ടെംപ്ലേറ്റ് ആണ്. ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ മാക്സിമം ബെറ്റർ ആക്കാനും അതിൽ പുതുമ കൊണ്ടുവരാനും പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു മിഡ് പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു സ്റ്റേക്ക് വർദ്ധിക്കണം അല്ലേ. അപ്പം സ്റ്റേക്ക് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ആ നായകനുണ്ടാകാൻ പോകുന്ന മാക്സിമം നെഗറ്റീവ് എന്താണോ അത് സംഭവിക്കുമെന്നുള്ള പ്രേക്ഷകർക്കിടയിലെ ടെൻഷനാണ് ഇത്തരത്തിൽ സ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൃശ്യത്തിൻ്റെ കേസിൽ എന്താണ് മിഡ് പോയിന്റ് സംഭവിക്കുന്നത്, അതായത് ജോർജ് കുട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോലീസിനെ പറ്റിച്ചു. എന്നിരുന്നാൽ പോലും പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. അവരിനിയും ശക്തമായി അന്വേഷിക്കുമെന്നും അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ജോർജ് കുട്ടി പിടിക്കപ്പെടുമെന്നുള്ള പ്രേക്ഷകർക്കിടയിൽ ആ ഒരു സ്റ്റേക്ക് ആ ഒരു ഭാഗത്ത് കൂടി വരുന്നുണ്ട്. അതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത 10ാമത്തെ ബീറ്റാണ് ബാഡ് ഗൈസ് ക്ലോസ് ഇൻ എന്ന് പറയുന്നത്. അതായത് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹീറോ ഇതുവരെ കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ആ ഒരു പടത്തിലെ ആ ഒരു നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വില്ലൻ അല്ലെങ്കിൽ ആ ഒരു ഹീറോയ്ക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഇതുവരെ ഒന്നും തന്നെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. അവരിതുവരെ കളി കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ അവരിനി കളിച്ച് തുടങ്ങാനായിട്ട് പോവുകയാണ്. അവരവരുടെ ഫുൾ സ്ട്രെങ്ത് എടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രൊട്ടാഗണിസ്റ്റിനെതിരെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു അപകടം വർദ്ധിക്കുകയാണ് അല്ലെങ്കിൽ ടെൻഷൻ വർദ്ധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ മോശം സ്റ്റേജിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ബാഡ് ഗൈസ് ക്ലോസ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മൾ ദൃശ്യത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ജോർജ് കുട്ടി കുറേ തെളിവുകളൊക്കെ കൊടുത്തു പോലീസിനെ പറ്റിച്ചെങ്കിൽ പോലും അവർക്ക് മനസ്സിലാകുകയാണ് ഇതെല്ലാം തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇത്തരത്തിൽ ജോർജ് കുട്ടീനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യുകയാണ്, ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് കുറേ സഹദേവനും അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് മർദ്ദിക്കുന്ന
ഒരു സിറ്റുവേഷനാണ്. അതാണ് ഈ പറയുന്ന ബാഡ് ഗൈസ് ക്ലോസ് ഇൻ എന്ന് പറയുന്നത്. അടുത്ത 11ാമത്തെ ബീറ്റാണ് ഓൾ ഈസ് ലോസ്റ്റ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, ആ ഒരു കംപ്ലീറ്റ് പരാജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ടു, അതായത് ഒരു മരണത്തിന് തുല്യമായ അവസ്ഥയിലേക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, എല്ലാ തരത്തിലും പരാജിതനായി നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് ഇത്തരത്തിൽ ഓൾ ഈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു കുടുംബം ഇത്രയും കാലം ഫൈറ്റ് ചെയ്ത് വന്നിട്ട്, ജോർജ് കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് വന്നിട്ട് ഇത്രയും അടിയും എല്ലാം വാങ്ങിച്ചിട്ടും അവസാനം ആ ഒരു ഇളയ കുട്ടി പറയുകയാണ്, കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഒരു തരത്തിലും രക്ഷപ്പെടാനായിട്ട് പറ്റാത്ത സ്ഥലത്തിലേക്ക് ജോർജ് കുട്ടി എത്തപ്പെട്ട് നിൽക്കുന്നു. അടുത്ത 12ാമത്തെ ബീറ്റാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അതായത് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഓൾറെഡി എല്ലാ തരത്തിലും പരാജയപ്പെട്ടു, വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇനി ഒരു ഓപ്ഷൻ ഇല്ല, എന്തിനാണ് താനിത് ചെയ്തത്, തനിക്കിനി വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ആ ഒരു നായകൻ്റെ ഒരു കുറ്റബോധം വരാം, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് എങ്ങനെ തിരിച്ചു കയറുമെന്ന് ചിന്തിക്കാം, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനാണ് ഈ പറയുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ദൃശ്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു കുഴിച്ചിട്ട സ്ഥലം കുഴിക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിൽ എല്ലാ തരത്തിലും പരാജയപ്പെട്ടുകൊണ്ട് ആ സഹദേവൻ ജോർജ് കുട്ടിയോട് പറയുന്നുണ്ടല്ലേ, നിൻ്റെ എല്ലാ കളികളും തീർന്നു, ഇനി നിനക്ക് യാതൊരു ഓപ്ഷനും ഇല്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ബ്രേക്ക് ഇൻ ടു 3. അതായത് നമ്മളിനി 3rd ആക്ടിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ ഒരു കുറേയധികം പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലാൻസും തെറ്റി പിടിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ബ്രേക്ക് ഇൻ ടു 3 എന്ന് പറയുന്നത് ഈ ഒരു പരാജയത്തിൽ നിന്ന് ഏറ്റവും താഴെയിൽ നിന്ന് ആ ഒരു ബോട്ടത്തിലേക്ക് വീണ് ഫാളായി കിടന്നിരുന്ന ആ ഒരു പ്രൊട്ടാഗണിസ്റ്റ് തിരിച്ചു കയറി ശക്തമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഇൻ ടു 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ പ്രേക്ഷകർക്കുള്ളിൽ പുതിയൊരു പ്രതീക്ഷ വരുന്നത്. അതായത് ഹീറോ കയ്യിലൊരു പുതിയ പ്ലാൻ ഉണ്ടെന്നും ആ ഒരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇനി തിരിച്ചു വരുമെന്നുള്ളത്. അതായത് തൊട്ട് മുമ്പത്തെ പോയിന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി തിരിച്ചു വരാൻ ഒരു പ്രതീക്ഷയും ഇല്ല, ഇനി തിരിച്ചു വരില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചു വരവാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ദൃശ്യത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കുഴിച്ചിട്ട സ്ഥലത്ത് ആ ബോഡി ഇല്ല എന്നും കാണുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു സീൻ ഉണ്ടല്ലോ, അതാണ് ഇത്തരത്തിൽ പ്രേക്ഷകർക്കുള്ളിലേക്ക് ആ ഒരു ഇത് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ജോർജ് കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ആ ഒരു പുതിയ പ്ലാൻ്റെ ഇൻഡിക്കേഷനും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത 14ാമത്തെ ബീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് ദ ഫൈനൽ. അപ്പോൾ ഈ ഒരു ബീറ്റിലാണ് ശരിക്കും ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് നടക്കുന്നത്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ആയെന്നും അത് ഹീറോ നല്ല രീതിയിൽ സോൾവ് ചെയ്തുവെന്നും പ്രശ്നങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ അവസാനിച്ചു എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യത്തിൽ ഇത് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു കോടതിയുടെ സംരക്ഷണമാണ് ആ ഒരു കുടുംബത്തിന് കിട്ടുന്നത്. അതായത് കോടതി പറയുകയാണ് ഇത്തരത്തിൽ പോലീസിനോട് ഇനി കോടതിയുടെ അനുവാദമില്ലാത്ത ആ ഒരു കുടുംബത്തിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ IG ഗീതാ പ്രഭാകർ ഇത്തരത്തിൽ ജോലി റിസൈൻ ചെയ്തു പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും ഇത്തരത്തിൽ സ്ഥലം മാറ്റുന്നു. പ്രധാന എതിരാളിയായിരുന്ന ആ ഒരു സഹദേവനെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ കുറേയധികം സംരക്ഷണം ആ ഒരു കോടതിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു കുടുംബത്തിന് കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു കേസ് അവിടെ തീരുകയാണ്. ഇനി അടുത്ത അവസാനത്തെ ബീറ്റാണ് ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. അതായത് ഫൈനൽ ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആദ്യത്തെ ആ ഒരു സീനുമായി കണക്ട് ചെയ്തിട്ട് ആദ്യത്തെ സീനിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ കണക്ട് ആവുന്നതായിരിക്കണം ഈ പറയുന്ന ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൃശ്യത്തിൻ്റെ ആ ഒരു ഫൈനൽ ഇമേജ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ആദ്യത്തെ ആ ഒരു ഓപ്പൺ ഇമേജിൽ നമ്മൾ കണ്ടിരുന്നത് എന്താണ്, ജോർജ് കുട്ടി എന്ന് പറയുന്നത് എന്തോ വലിയൊരു ക്രൈം ചെയ്ത ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണെന്നുള്ള രീതിയിലാണ് നമ്മളെ കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പം ആ ഒരു ഫൈനൽ ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, അതായത് അദ്ദേഹം ഒരു ഇന്നസെൻ്റ് ആയിരുന്നു എന്നും ശരിക്കും അങ്ങനെ ഒരു ക്രൈം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇതിനൊപ്പം തന്നെ ആ ഒരു ഫൈനൽ ഇമേജിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ സിനിമയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ആയിട്ടുള്ള ആ ബോഡി എവിടെയാണ് കുഴിച്ചിട്ട് എന്നുള്ളത്. അപ്പം ആ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഇമേജിൽ ഓപ്പൺ ഇമേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഇനാഗുറേഷനെ പറ്റിയും അതിന് മുമ്പ് തൊട്ടടുത്ത് തന്നെ ഒരു പഴയ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ടോട്ടൽ ഒരു പാക്കേജ്, ഒരു പടം തുടങ്ങി പടം അവസാനിക്കുന്ന വരെ കാണിക്കുകയാണെങ്കിൽ ഒരു ടോട്ടൽ പാക്കേജ് നിങ്ങളൊരു ബുക്കിൻ്റെ ആദ്യ പേജ് വായിച്ചിട്ട് അവസാന പേജ് വായിക്കുന്ന രീതിയിൽ ഓപ്പൺ ഇമേജും അതുപോലെ തന്നെ ഫൈനൽ ഇമേജും കണക്ട് ആവുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബീറ്റ് ഷീറ്റിൻ്റെ 15 പോയിന്റുകളെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ സിനിമകളെല്ലാം തന്നെ ഈ പറഞ്ഞ അയനാണെങ്കിലും അല്ലെങ്കിൽ ക്യൂനാണെങ്കിലും ഈ പറയുന്ന എല്ലാ സിനിമകളും ലവ് ടുഡേ ആണെങ്കിലും നിങ്ങൾ ഇന്ന് കാണുന്ന മിക്ക സിനിമകളും ഈ പറയുന്ന പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു
പാറ്റേൺ നിങ്ങൾക്ക് എല്ലായിടത്തും മിക്ക സിനിമകളിലും കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ബീറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇത്തരത്തിൽ ആ ഒരു 3 ആക്ട് സ്ട്രക്ചറിനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ആക്ട് സ്ട്രക്ചർ തന്നെയാണ് മിക്ക സിനിമകളുടെയും കഥയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീറ്റ് ഷീറ്റ് എന്താണെന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ എക്സാമ്പിൾ തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഥ നിങ്ങൾ നാളെ തിരക്കഥയാക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ബീറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും